ചികിത്സാ നിരക്കും പാക്കേജ് നിരക്കും മലയാളത്തിലും ഇംഗ്ലീഷിലും ആശുപത്രികൾ പ്രദർശിപ്പിക്കണമെന്നും കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിലെ വ്യവസ്ഥകൾ ഹൈക്കോടതി ശരിവച്ചു. സ്വകാര്യ ആശുപത്രികളുടെയും ലബോറട്ടറി ഉടമകളുടെയും IMAയുടെയും ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ സുപ്രധാനമായ ഉത്തരവ്. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോന്റേതാണ് ഉത്തരവ്. പൊതുജനാരോഗ്യവും രോഗികളുടെ സുരക്ഷയും ഉറപ്പാക്കാനാണ് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം പാസാക്കിയതെന്ന സർക്കാരിന്റെ വാദം ഹൈക്കോടതി ശരിവച്ചു. ചികിത്സാ നിരക്കും പാക്കേജ് നിരക്കും മലയാളത്തിലും ഇംഗ്ലീഷിലും ആശുപത്രികളിൽ എല്ലാവർക്കും കാണാനാകും വിധം പ്രദർശിപ്പിക്കണമെന്ന് നിയമത്തിൽ നിഷ്കർഷിക്കുന്നതിൽ തെറ്റില്ലെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. നിയമത്തിലെയും ചട്ടങ്ങളിലെയും ചില വ്യവസ്ഥകൾ ചോദ്യം ചെയ്ത് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷനും IMA സംസ്ഥാന ഘടകവും മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷനും സമർപ്പിച്ച ഹർജി തള്ളിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഫീസ് നിരക്ക്, പാക്കേജ് നിരക്ക് എന്നിവ നിർവചിച്ചിട്ടില്ലെന്നും അധികൃതർക്ക് അനിയന്ത്രിതമായ അധികാരമാണ് നിയമം നൽകുന്നത് എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. എന്നാൽ ഈ ആരോപണത്തിൽ അന്യായമായ നടപടികളൊന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടില്ലെന്നും ആശുപത്രിയുടെ രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കുന്നതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ നിയമത്തിലുണ്ടെന്നും കോടതി വ്യക്തമാക്കി. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സർക്കാരിനെ അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം ഹർജിക്കാർക്കുണ്ടെന്നും കോടതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ്റെ വിധിയാണിത്. വളരെ സുപ്രധാന വിധിയാണിത്. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, അതായത് ഹോട്ടലുകളിൽ വിലവിവര പട്ടിക എഴുതി വയ്ക്കും, മറ്റുള്ള സ്ഥലങ്ങളിൽ വിവര പട്ടിക എഴുതി വയ്ക്കും. അപ്പോൾ ആശുപത്രികളിൽ വിലവിവര പട്ടിക എഴുതി വയ്ക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണ്? അത് നിയമം അനുശാസിക്കുന്ന വിധം ചെയ്താൽ മതി. അത് വേണ്ട എന്ന് ഹോസ്പിറ്റൽ ഓണേഴ്സ് കോടതിയിൽ പോകുന്നത് നമുക്ക് മനസ്സിലാകും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്തിനാണ് ഇതിന് കോടതിയിൽ പോയതെന്ന് അറിയില്ല. ഡോക്ടേഴ്സിന് ശമ്പളം കുറയുമോ എന്ന ഭയമാണോ IMAയ്ക്ക് എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും കേരളത്തിലേക്ക് ഒരുപാട് കുത്തകൾ ഈ പല നില കെട്ടിടങ്ങളും പഞ്ചനക്ഷത്ര സ്പിരിറ്റുമായി ആശുപത്രികൾ തുടങ്ങാൻ കാത്തിരിക്കുന്ന ഈ വേളയിൽ ഇങ്ങനെ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വന്നത് വളരെ നന്നായി. കാരണം 18% പ്രോഫിറ്റ് ലക്ഷ്യം വയ്ക്കുന്ന പല കമ്പനികളും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ കേരളത്തിലെ 3.5 കോടി മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാക്കിയാലേ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകൂ. നമ്മളൊരിക്കലും മറന്നു പോകരുത്, കോവിഡ് കാലം 20 മാസക്കാലം മലയാളികൾക്ക് ഒരു രോഗമേ ഉണ്ടായിരുന്നുള്ളൂ, കോവിഡ് മാത്രം. മറ്റ് അസുഖങ്ങൾ എവിടെയോ പോയി.